Allahu Akbar, Allahu Akbar, Allah. ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും, വാട്സാപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് 24ാമത്തെ നോമ്പ് കൊണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. 24ാമത്തെ നോമ്പിന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ സമയം 5:30 സമയം. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇവിടുന്ന് നിസ്കരിച്ച പള്ളിയിൽ പോയിട്ടില്ല. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോൻ്റെ ഇന്നത്തെ 24ാം നോമ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് അനദർ വീഡിയോ. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കണം, തിരക്കിലായിരിക്കും എല്ലാവരും. ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാൽ കുട്ടികളെ കഴിഞ്ഞിരിക്കണം, നമുക്കെല്ലാം എടുത്തിട്ടില്ല. എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്, ചിലപ്പോൾ എടുക്കും, സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നോമ്പിന് പെരുന്നാളിൻ്റെ ഒരു തിരക്കിലേക്കാണ് കിടക്കാൻ പോകുന്നത്. പെരുന്നാളിൻ്റെ ഒരു വീക്കാണ് ഇപ്പോൾ വരാൻ പോണത്. എന്തായാലും പെരുന്നാളിന് നമുക്ക് ആഘോഷാലം മറ്റുള്ളതും, ഒന്ന് ഹജ്ജ് പെരുന്നാളും ഒന്ന് ചെറിയ പെരുന്നാളും അല്ലാഹു തആല നല്ല രീതിക്ക് തന്നെ അത് ആഘോഷിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാ മുത്തുമണീസിനും സബ്സ്ക്രൈബ് ചെയ്യാൻ അവരാണെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ ലൈക്ക് കമൻറ്റൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഇട്ട് എന്നാൽ നമുക്ക് ഇങ്ങനെ പോവാം സംസാരിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുക. ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാ വീഡിയോയിലും റൈഹാനത്ത് ഉണ്ട്, ഇന്നിപ്പോൾ റൈഹാനത്ത് വന്നിട്ടില്ല, വരും. അപ്പോൾ ഗൈസ് നമുക്ക് വന്നോളിയും ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കമോൺ. റൈഹാനത്ത് വന്നിട്ടുണ്ട്, ചെക്കന്താപ്പം നീച്ചിക്കാണ്, സുബയപ്പത്ത് നീച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറയാനുള്ളത്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ ഇനിയുള്ള എല്ലാ വീഡിയോസിലും റൈഹാനത്ത് ഉണ്ടാവും. ചിലപ്പോൾ റൈഹാനത്ത് ഒറ്റയ്ക്കൊക്കെ വരിക. അപ്പോൾ ഇത് വന്നിട്ടൊന്നും മോശമൊന്നും ഇല്ല, എൻ്റെ വിശ്വാസം നല്ല രീതിക്ക് വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിനെ കുരി പൊട്ടേണ്ടവർ പൊട്ടി വലിച്ചോട്ടെ അല്ലേ, അല്ലേ പറയാനുള്ളത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷം എത്രാമത്തെ നോമ്പാണ്? 24ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ സ്പെഷ്യലുമായിട്ട് വിത്ത് റൈഹാനത്തിൻ്റെ കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ കട കുറേ ദിവസമായി തുറന്നിട്ടും അതിൽ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും പാടെ എന്തായിട്ട് നെപ്നസ് കഫേക്ക് ഒന്ന് പോയി ഫ്രിഡ്ജൊക്കെ ആകെ മൊത്തം കുളമായി കിടക്കായിരുന്നു. അതുപോലെയൊക്കെ പൊടി പിടിച്ചൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊട്ടി വൃത്തിയാക്കി വെച്ചു. ഇത് വീട്ടിലെ ഫ്രിഡ്ജായി നമ്മൾ തിരിച്ച് തിങ്ങളെ കൊണ്ട് നോട്ടും തന്നെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം എടുത്തു, നല്ല സമയം എടുത്തു. എന്തായാലും നോമ്പൊക്കെ എടുത്തിട്ട് നല്ല ക്ഷീണിച്ചു. എല്ലാം തൊട്ടി വൃത്തിയാക്കി എലിയൊക്കെ കയറിയിട്ട് മൊത്തം കൊളാക്കിയിട്ടൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് കുളിച്ചത് 3 മണിയൊക്കെ ആയിട്ട് 3:30, 4 മണിയൊക്കെ ആയിരിക്കണം. അസർ വഹർ നിസ്കാരം അങ്ങനെ ഖവായി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. തിരിച്ചതൊക്കെ കഴിഞ്ഞ് ഞാൻ നെസുവിനെയും കൂട്ടിയിട്ട് നേരെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങണം. നമ്മുടെ സ്വന്തം ഫ്രൂട്ട്സ് കടയിലേക്കാണ് പോയത്. നെസുവിനോട് മുമ്പിൽ നടക്കടാന്ന് പറഞ്ഞാൽ അവൻ നടക്കാത്ത പോലെ എങ്ങനെ അഭിനയിക്കുക, നടക്കാൻ പറഞ്ഞപ്പോൾ അഭിനയിക്കായിരുന്നു. മുണ്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ശരിക്കും കിട്ടിയായിരുന്നു. പിന്നെ ഓടിപ്പോയി. പിന്നെ നമ്മൾ നേരെ കണ്ടത് നമ്മുടെ ബ്രോ ഷെഫീഖാണ് അവിടെ തണ്ണിമത്തൻ്റെ അവിടെ ഉള്ളത്. അപ്പം അവൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ട, എൻ്റെ സംസാരം ശരിയില്ല പറഞ്ഞു. ഞാൻ വോയിസ് ഓവർ കൊടുക്കുള്ളൂ. വെറുതാണ് നമ്മുടെ ഷെഫീഖ് ബ്രോ നല്ല അടിപൊളി തണ്ണിമത്തൻ തന്നു കൊടുന്നു. നല്ല കളറുള്ള തണ്ണിമത്തൻ കഴിച്ചൊക്കെ ആയിരുന്നു, അടിപൊളി നല്ല മധുരമായിരുന്നു. നോമ്പ് അവിടെ കഴിച്ചത്, നോമ്പ് തുറന്നിട്ടതിന് മുമ്പ് കഴിച്ചെന്ന് വിചാരിക്കണ്ട. അപ്പം നമ്മൾ തണ്ണിമത്തനും ഷെഫീഖിൻ്റെ നിന്ന് മേടിച്ച് തണ്ണിമത്തൻ വേറെ കൗണ്ടറും ഫ്രൂട്ട്സ് വേറെ കൗണ്ടറും. നേരെ നമ്മുടെ ഫ്രൂട്ട്സ് കൗണ്ടറിലേക്ക് പോയി. കുറച്ച് ഓറഞ്ച്, പിന്നെന്താ കുറച്ച് മുന്തിരിങ്ങയും മേടിച്ചു. അപ്പോൾ ആ ചേച്ചി നമ്മളെ സ്ഥിരം നമ്മുടെ കടയൊക്കെ സാധനം വാങ്ങുന്നതുകൊണ്ട് അവർക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ അത് മേടിച്ചു. തണ്ണിമത്തൻ അവിടുന്ന് തിരക്കുണ്ട്. നോമ്പ് അങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സിൻ്റെ കച്ചവടം തകൃതിയിൽ നടക്കുന്നുണ്ട്. ഇനി ഫ്രൂട്ട്സ് കച്ചവടം ഒന്ന് ഡിമ്മാവും നോമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ. അതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞു. പിന്നെ നെസു വണ്ടിയിലൊക്കെ കയറി ഇരിക്കാൻ വേണ്ടി നെസുവിനോട് നടന്നോ, പിന്നെയും പറഞ്ഞു ഞാൻ നടന്നോ, അങ്ങനെ ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. നെസു അപ്പത്തിന് കാറിൻ്റെ അടുത്ത് തന്നെ എത്തി. പിന്നെ നമ്മൾ കാറിൽ അങ്ങോട്ട് കയറി ഞാൻ തന്നെ സാധനം പിടിച്ച്. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വെയിറ്റ് ഉണ്ടായിരുന്നു. പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു. ഇവിടെ നടന്നില്ല. പിന്നെ നേരെ നെസുവിനോട് കയറാൻ പറഞ്ഞു. നെസുവിനോട് ടൈം ലാപ്സിലിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. നെസു എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കേസിൽ കാണുന്നത്. എന്താണെന്ന് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് നമ്മൾ നേരെ പലചരക്കടയൊക്കെ പോയി. നമ്മൾ സ്ഥിരം പോലെ ജലീൽഖാൻ്റെ കടയിൽ പോയിട്ട് വിളിച്ചു തരുന്ന ഫ്രൂട്ട്സ് ഒക്കെ നോക്കുമ്പോൾ അതാ ഷിയാബൊക്കെ പോകണം, നമ്മുടെ അയൽവാസി ഷിയാബൊക്കെ. അപ്പോൾ അവിടെ എത്തി നെസുവിന് പിന്നെ ടോർച്ച് കണ്ടപ്പോൾ അവനക്ക് ടോർച്ച് വേണം. നിർബന്ധമായിരുന്നു ടോർച്ച്. 20 ഉറുപ്പികയുള്ളെങ്കിലും വെറുതെ വാങ്ങുകയാണ്. വീടെത്തുമ്പോഴത്തേനും അതിൻ്റെ ബാറ്ററി വേറെ, ബൾബ് വേറെ, എല്ലാം മാറ്റി അവൻ എടുക്കും. അങ്ങനെ അവിടുന്ന് സാധനം വാങ്ങി നമ്മൾ നേരെ നോമ്പ് തുറക്കാനുള്ള സമയത്തിലേക്കാണ് പോകുന്നിരിക്കുകയാണ്. നോമ്പ് തുറക്കാൻ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയ സ്നാക്സ് വടയും പിന്നെ എന്തായിരുന്നു, ഇത് റൈഹാനത്ത് ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ സ്നാക്സാണ്. ഉന്നക്കായ അല്ല, അത് ബ്രെഡും വെച്ചിട്ട് ചിക്കനും വെച്ചിട്ട് ഒരു ഐറ്റംസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് വട മറ്റേ മുട്ട ബജിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ.
പിന്നെ തരിക്കഞ്ഞി ഷിയാബുക്കാടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ തരിക്കഞ്ഞി അല്ല ജീരകഞ്ഞി എപ്പോഴും നമുക്ക് തരും. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാറില്ല, അവരെപ്പോഴും നമുക്ക് ഓരോ പാത്രം തരും. അപ്പോൾ അതും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ജ്യൂസ് ഉണ്ടായിരുന്നില്ല, അപ്പം ഫ്രിഡ്ജ് കേടായിരുന്നു. ഫ്രിഡ്ജ് നേരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കടയ്ക്ക് പോയത്. അപ്പം ഇന്ന് ജ്യൂസ് ലൈം ജ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടിരിക്കണം. അതാണ് ടോർച്ച് കണ്ട, ഈ ടോർച്ചിന് വേണ്ടിയിട്ട് അവിടെ വാശി പിടിച്ചത്. ആ ടോർച്ച് ഞാൻ വാങ്ങി അടിച്ചാൽ തന്ത വൈബാന്ന് പറയും, ഓനടിച്ചാൽ കുഴപ്പമില്ല. അതാണ് അവസ്ഥ. പിന്നെ നമ്മൾ നേരെ നോമ്പ് തന്നത് നേരെ പള്ളിയിലേക്ക് പോയത് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. മഗ്‌രിബ് നിസ്കരിക്കാൻ പോണ സമയത്ത് മഴയ്ക്ക് കാർക്കൂട്ടി നിൽക്കുന്ന ഒരു ആകാശങ്ങളാണ് കണ്ടത്. ഇനി കഴിക്കണ വിശേഷങ്ങളായിട്ട് ഇതാ ഇപ്പം അങ്ങോട്ട് വരാട്ടാ, പുറത്ത് പോയിട്ടൊന്ന് പോകാനാണ്. അപ്പോൾ കഴിച്ച് നമുക്ക് ഇന്ന് ചായ കുടിക്കണം, ഭക്ഷണം കഴിക്കാനൊക്കെ എത്തി. മൈജിന്ന് കിട്ടിയ കപ്പായിരുന്നു. മൂസക്ക് മൊബൈൽ വാങ്ങുമ്പോൾ നമുക്കൊരു കപ്പ് തന്നായിരുന്നു അവർ, മൈജിന്ന് എഴുതിയത്. താങ്ക്സ് ടു മൈജി. അപ്പോൾ മൈജി കപ്പിൽ കട്ടൻ ചായയും അതുപോലെ നമുക്കിന്ന് കഴിക്കാൻ മുട്ടക്കറിയും നൂൽപുട്ടും, ഇടിയപ്പം എന്ന് പറയും, നൂൽപുട്ട് എന്ന് പറയും, ഇടിയപ്പം എന്നൊക്കെ പറയും. പല സ്ഥലത്ത് പല കേരളം അറിയപ്പെടുന്ന ഈ തേങ്ങ ഇട്ട സാധനം നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനാണ്. ബാക്കിയുള്ളവർക്കും അധികം തേങ്ങ ഇടാത്തതുകൊണ്ട് 2 ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാൻ. അപ്പോൾ അതും കഴിച്ചു. നമ്മളിന്ന് നോമ്പ് തുറക്കാൻ ഇന്ന് ഫ്രൂട്ട്സും അതും കഴിഞ്ഞ് നമ്മൾ കഴിക്കാനുള്ള ഫുഡും ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ 25ാമത്തെ നോമ്പും കഴിഞ്ഞ് നാളെ 25ആണ്. അപ്പോൾ മറ്റന്നാൾ നാളത്തെ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗൈസ്. ബൈ, അസ്സലാമു അലൈക്കും.